ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മളൊരു പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ്, ഒരു മാൽദീവ്സ് ട്രിപ്പ്. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പം സമയം 8:30 നമുക്ക് ഇവിടുന്ന് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് എയർപോർട്ടിൽ. ബാക്കി വിശേഷങ്ങൾ മാൽദീവ്സിലെത്തി. നമ്മളുള്ളതിപ്പം സ്പീഡ് ബോട്ടിലാണ്. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് വലേന ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത വില്ല നോട്ടിക്കായിരുന്നു. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവരെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവർ അറേഞ്ച് ചെയ്ത സ്പീഡ് ബോട്ടാണിത്. അവരെന്നെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ഇതിൽ കൊണ്ടുപോകും. പിന്നെ ഇതിന് പെർ ഹെഡ് വരുന്നത് $185 ആയിരുന്നു. സമയം ഇത് ഓരോ സീസൺ അനുസരിച്ച് വേരി ചെയ്യും. നമ്മൾ ചൂസ് ചെയ്തത് മറ്റേ ഡിസംബർ ആ ഒരു ക്രിസ്മസ് സീസണാണ്. അപ്പം നല്ല പൈസയായി ഇതിന്. പിന്നെ നമുക്കങ്ങനെ സെപ്പറേറ്റ് പോകാനൊന്നും പറ്റില്ല, കാരണം ഇത് ഓരോരോ പ്രൈവറ്റ് ഐലൻഡാണ്. അവിടെ നമ്മൾ പബ്ലിക് ഫെറീസൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ $10 ഒക്കെ ആവുള്ളൂ. പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ലൈക്ക് ഒരു പ്രൈവറ്റ് ഐലൻഡിൽ ഓരോരോ റിസോർട്ടായിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ തന്നെ നമ്മൾ എടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന വില്ലാനൊട്ടിക്ക് നമ്മൾ എത്താനായിരിക്കുന്നു. ആ ഒരു മുന്നിൽ കാണുന്നതാണത്. അപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന്. നിങ്ങൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് കാരണം ഇവർ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വൈറ്റ് സാൻഡ് ഇവിടെ ഡംപ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പം നമ്മളവിടെ എത്താനായി. അതിൻ്റെ മുന്നിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടുത്തെ സ്റ്റം. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി. അവർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, മറ്റേ കൈയൊക്കെ പിടിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. കുറേ പേര് വെൽക്കമിങ് ഒക്കെ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് അവരുടെ എൻട്രൻസ്. അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരു വെറ്റ് ക്ലോത്തും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രൻസിൽ നിന്ന് നമുക്ക് അസൈൻ ചെയ്ത ഗൈഡാണിത്. അപ്പം നമ്മൾ ബഗ്ഗി റൈഡ് എടുത്തിട്ട് നമ്മുടെ വില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പം ഈ ഒരു റിസോർട്ട് അത്യാവശ്യം നല്ല വലുതാണ്. അപ്പം നടന്നിട്ട് പോക്ക് നല്ല റിസ്ക് ആയിരിക്കും. അപ്പം നമ്മൾ അസൈൻ ചെയ്ത ഈ ഒരു ഗൈഡ് നമ്മളെ ബഗ്ഗിയിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഓരോ ആൾക്കാരിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ വഴിയിലുണ്ട്. കാരണം ഇത് ഭയങ്കര നാരോ ഒരു റോഡായതുകൊണ്ട് അവരൊക്കെ അങ്ങനെ മാറി തരുന്നതാണ്. പിന്നെ അയാളിങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. ഇപ്പം ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ റിസോർട്ടിനുള്ളിൽ കൂടി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കൺസ്ട്രക്ട് ചെയ്ത സ്റ്റൈല്. കാരണം നല്ല ഷെയ്ഡ്സൊക്കെ വെച്ചിട്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടൊക്കെ കുറവായിരുന്നു കമ്പയർ ടു പുറത്തത്തെ വെച്ച് നോക്കുന്നേരം. അങ്ങനെ അയാളിങ്ങനെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് മറ്റേ ബാഡ്മിൻ്റൺ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് സ്നോർക്കലിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടുക. നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊക്കെ ഫ്രീ ആണ്. സൈക്ലിങ്ങും ഉണ്ട്, പക്ഷേ ഇതൊക്കെ പ്രീ ബുക്ക് ചെയ്യണം. കാരണം രാവിലെ തന്നെ എല്ലാവരും ഇത് ഓൾറെഡി ബുക്ക് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ അന്നത്തെ ആ ഒരു ഡേ തന്നെ അത് റിട്ടേൺ ചെയ്യണം. അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിറ്റേത്തെ മോർണിംഗ് എടുക്കാം. കാരണം 5:30 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ വാട്ടർ വില്ല ഇപ്പോഴും എത്തിക്കില്ല. ഇത് വേറൊരു ടൈപ്പ് വില്ലയാണ്. കാരണം ഇവിടെ 2 ടൈപ്പ് ഓഫ് വില്ല ഉണ്ട്. നോർമൽ ഉള്ള വില്ലാസും ഉണ്ട്, വാട്ടർ വില്ലാസും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ വില്ലേൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ബഗ്ഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും വാട്ടർ വില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു 2 സൈഡിലേക്കും കാണുന്നത് വില്ലാസാണ്. ഇപ്പം നമ്മളൊരു സിംഗിൾ വാട്ടർ വില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ ചെക്ക് ഇൻ ടൈം ഏകദേശം 2 മണിക്കാണ്. അപ്പം ഇയാൾ പറഞ്ഞത് 12:30 ആകുമ്പോൾ നമ്മളിവിടെ എത്തിയോണ്ട് അവർ പറഞ്ഞ് ഓക്കെ, നിങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് പോവാം.
അപ്പം നമ്മുടെ വില്ല പ്രിപ്പയർ ആവുന്നേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റും കുറേ പേര് ക്ലീനിങ് ഒക്കെ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഭാഗത്തും ഇവിടെ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇത് ഭയങ്കര ഹൈറ്റ് കുറവാണ്, ആയിരിക്കും ഇറങ്ങാം. ഫുൾ ഇവരനെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ട് ഫുൾ വൈറ്റ് സാൻഡ് ആയതുകൊണ്ട് എല്ലാം അടി വൃത്തിക്ക് കാണാം. പിന്നെ ഇതിന്റെ ആ ഒരു എൻഡിലാണ് നല്ല സ്നോർക്ലിംഗ് പോയിന്റ് എന്നാണ് സ്നോർക്ലിംഗ് പോയിന്റ് ഇതിന്റെ എൻഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വില്ല വരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തായാലും കയറാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യുന്നത്, കാരണം 2 മണിക്കാണല്ലോ ചെക്ക് ഇൻ ടൈം. പിന്നെ ഇതിന് ശേഷം ഇതൊക്കെ 2 പേർക്കും 3 പേർക്കൊക്കെ നിൽക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തന്നെ വലുതുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇനി വരാൻ പോകുന്നത്. ലഗൂൺ അങ്ങനെ റെസ്റ്റോറൻറ്റിന്റെ പേര്. അപ്പം ഇത് ഇവിടെ വില്ല ചൂസ് ചെയ്യുന്ന പോലെയാ. നോർമൽ വില്ല ചൂസ് ചെയ്തവർക്ക് നോർമൽ റെസ്റ്റോറൻറ്റ്. പക്ഷെ ഫുഡിന്റെ മെനു 2 സ്ഥലത്തും സെയിം ആണ്. ആകെ ഉള്ളത് ഈ ഒരു അറ്റ്മോസ്ഫിയർ. കാരണം ഒന്ന് വെള്ളത്തിന്റെ നടുവിലാണ്, ഒന്ന് സാധാ കരയിലാണെന്ന് പറഞ്ഞ പോലെ. പിന്നെ വാട്ടർ വില്ലയാണ് കുറച്ചുകൂടി എക്സ്പെൻസീവ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടോ ഇതിന്റെ റേറ്റ് ഒക്കെ എത്രയായിരുന്നു. നമ്മൾ ഫെസ്റ്റീവ് സീസണിലാണ് പോയത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എത്രയാണ് നമ്മൾ ഇവിടെ പേ ചെയ്തത് ഈ ഒരു വാട്ടർ വില്ലക്ക്. അങ്ങനെ നമ്മളെ അവർ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് എന്ത് റെസ്റ്റോറൻറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എടുത്തു പറയേണ്ടത് ഇവരുടെയൊക്കെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളിയാ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ലക്ഷറി റിസോർട്ടിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ കൂടെ നടന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബുഫറ്റാണ്, നമ്മൾ വേണ്ടെന്താന്ന് വെച്ചാൽ അടുത്ത് കഴിക്കുക. ലൈക്ക് എനിക്കൊന്ന് നമ്മൾ കേരള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷെഫ് നമ്മുടെ നാട്ടിൽ ഒരാളാണ്, കണ്ണൂരിൽ നിന്നാണല്ലേ. ഈ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പൂൾ വില്ല. അപ്പം കിട്ടുന്നതിനും നല്ല സൂപ്പർ ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ അന്ന് ഇത് ഷൂട്ട് ചെയ്തില്ല. നമ്മൾ അന്ന് ഉറങ്ങി രാവിലെയാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് റൂമെല്ലാം നല്ല അലങ്കോലായിന്. അപ്പം പുറത്തുള്ള ഇതാണ് ഈ ഒരു ബാൽക്കണി. ഇവിടെ തന്നെ 2 ലൈക്ക് പൂളെല്ലാം ഇറങ്ങിയിട്ട് വന്നിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പുറത്തൊരു ബാത്ത് ടബും ഉണ്ട്. പിന്നെ ഈ പൂൾ വില്ലെടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഫുൾ ടൈമും വെള്ളത്തിൽ കളിക്കലും സ്നോർക്ലിംഗ് ചെയ്യലൊക്കെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്നോർക്ലിങ്ങിൻ്റെ എക്യുപ്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്യൂബ് പോലെ ഉണ്ട്. ഇവനിപ്പോൾ സ്വിമ്മിങ് അറിയാത്തവർക്കും വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇറങ്ങാം. ഞാനെങ്ങനെയാണ് ഇറങ്ങിയത്. ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ബാത്റൂമിന് 2 എൻട്രൻസ് ഉണ്ട്. ഇവനിപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങിയാൽ നമ്മൾ റൂമിൽ കയറാൻ തന്നെ ഡയറക്റ്റ് ഈ ഒരു വഴി കൂടി നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. പിന്നെ നമുക്ക് റൂമിൽ കൂടെയും പോവാം. അപ്പം 2 എൻട്രൻസ് ഉണ്ട് ബാത്റൂമിന്. പിന്നെ അപ്പുറത്ത് കാണുന്നത് അടുത്തൊരു പൂൾ വില്ലയാണ്. ഭയങ്കര അടുത്തടുത്താണ് എല്ലാ വില്ലാസും. പക്ഷേ എന്താ പറയുക, ഈ വില്ലയിലുള്ളവർ അവരെ കാണുകയൊന്നും ചെയ്യില്ല. ഇനി നമുക്ക് കുറച്ച് സ്നോർക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ വില്ല നോട്ടിക്കകത്ത് സ്റ്റേ ഇന്ന് കഴിഞ്ഞു. അപ്പം 12 മണിയായപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ വെയിറ്റ് ആണ്. മിനി ബാറിലെ ബില്ലൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തൊക്കെയോ പരിപാടി പുറത്തുണ്ട്. നമ്മൾ ലൈക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ന് ബില്ല് സെറ്റിൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന 1 മണിക്കാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന സ്പീഡ് ബോട്ട് പറഞ്ഞിട്ടുള്ളത്. എയർപോർട്ടിൽ നിന്ന് ഇനി നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് 3 ഡേയ്സ് നമ്മൾ മാഫൂഷി ഐലൻഡിലേക്കാണ്. അപ്പം അതും നമ്മൾ ഓൾറെഡി വില്ലെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി അങ്ങോട്ടേക്ക് പോകണം. ഇഷ്ടമായോ ലെഹന്തി വില്ല പോകുന്നത്ര സോറി വില്ല നോട്ടിക്ക കൊള്ളാം. എങ്ങനെയുണ്ട്? അവർക്ക് നല്ല ലാഭം, നമുക്ക് നല്ല നഷ്ടം.
എന്നാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പൈസ പറയണ്ടേ. ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഇല്ല. അല്ലേ, ഇത്തിരി അധികം. പക്ഷേ ഫുഡൊക്കെ പക്ക അടിപൊളിയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇതിൽ ഇൻക്ലൂസീവ് ആണ്. അടിപൊളി. പിന്നെ നമ്മൾ ഇവിടുന്ന് വാട്ടർ സ്പോർട്സ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇവിടെ അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. എന്തൊക്കെയോ പാക്കേജൊക്കെ കണ്ട്, പക്ഷേ ഇതിന് $700 USD അങ്ങനെ പറയുന്നത്. സെയിം പാക്കേജ് മാഫുഷിയിൽ $50 കിട്ടും. പിന്നെ ഇപ്പോൾ ഇത് എടുക്കേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഡേ മാത്രം സ്റ്റേ ആക്കിയത്, ജസ്റ്റ് ഒന്ന് കാണാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നതാണ്. ബാക്കി അന്നേരം നമ്മളിങ്ങനെ പോകുന്നതൊക്കെ കാണിച്ചു തരാം ഇനിയുള്ള വിശേഷങ്ങൾ. നമ്മൾ തിരിച്ച് സ്പീഡ് ബോട്ടിൽ പോകണം. അപ്പം